തൃശൂർ കേരളവർമ്മ കോളേജിലെ അതിഥി അധ്യാപന നിയമന വിവാദത്തിൽ സർക്കാർ നിർദ്ദേശം വരുന്നതുവരെ നിയമനം ഉണ്ടാവില്ലെന്ന് കൊച്ചി ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജിലെ നിയമന വിവാദത്തിൽ സർക്കാർ തീരുമാനമെടുക്കും. ബോർഡിനു കീഴിലുള്ള കോളേജിലെ നിയമന വിവാദത്തിൽ സർക്കാർ തീരുമാനമെടുക്കും. ഇനി ഗവൺമെന്റിന്റെ തീരുമാനം വരുന്നത് വരെ ആ ചെറിയ ഒരു ഗ്യാപ്പിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കേരളവർമ്മ കോളേജിലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഫുൾ ടൈം റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട്. അവരുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടികളുടെ ഈ അധ്യയനത്തിനുള്ള പോരായ്മ തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ. നിയമന വിവാദത്തിൽ സർക്കാരിന് ലഭിച്ച പരാതിയിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ചിരുന്നു. സമിതിയുടെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. റിപ്പോർട്ടിന്മേൽ സർക്കാരിന്റെ അന്തിമ തീരുമാനം വരണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ പറഞ്ഞു. കുട്ടികളുടെ പഠനത്തെ ബാധിക്കാതിരിക്കാൻ പൊളിറ്റിക്കൽ സയൻസ് വകുപ്പിലെ മുഴുവൻ സമയ റിസർച്ച് സ്കോളേഴ്സിനെ ക്ലാസ് എടുക്കാൻ നിയോഗിക്കാനും തീരുമാനമായി. നിയമനവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ്, കോളേജ് സ്റ്റാഫ് കൗൺസിൽ, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവരുടെ യോഗത്തിന് ശേഷമാണ് പ്രസിഡന്റ് തീരുമാനമറിയിച്ചത്. ഇവിടെ ബൈറ്റ് കൊടുക്കണം. അധ്യാപകരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് SFI നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു യോഗം. 2ാം റാങ്കുകാരനെ നിയമിക്കാൻ 1ാം റാങ്കുകാരിയെ സമ്മർദ്ദത്തിലാക്കിയെന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ നിന്നുള്ള അറിവ് മാത്രമാണുള്ളത്. അവർ വീടിനടുത്ത് ജോലി ലഭിച്ചതിനാൽ കേരളവർമ്മയിലെ ജോലിയിൽ പ്രവേശിക്കുന്നില്ലെന്ന് കത്തിലൂടെ അറിയിച്ചതായി പ്രസിഡന്റ് വ്യക്തമാക്കി. മറ്റു പരാതികൾ ബോർഡിനോ കോളേജിനോ ലഭിച്ചിട്ടില്ലെന്നും നന്ദകുമാർ അറിയിച്ചു. യാഥാർത്ഥ്യത്തിൽ അവർക്ക് വേറെ ജോലി കിട്ടിയതുകൊണ്ട് അവർ വേണ്ടാന്ന് വെച്ചെന്നാണ് പറഞ്ഞത്. അവരുടെ വീടിന്റെ അടുത്ത് പൊളിറ്റിക്കൽ സയൻസിലെ ഗസ്റ്റ് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടാണ് വിവാദവും ആരോപണവും ഉണ്ടായത്. പിന്മാറാൻ 1ാം റാങ്കുകാരിക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് ഇന്റർവ്യൂ പാനലിലുണ്ടായിരുന്ന അധ്യാപിക തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഇതോടൊപ്പം മുൻ SFI നേതാവിനെ ഒന്നാമതാക്കാൻ ഭീഷണിപ്പെടുത്തിയെന്നും അശ്ലീലാംഗ്യം കാണിച്ചതായും ആരോപിച്ച് അധ്യാപിക വകുപ്പ് മേധാവിക്കെതിരെ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. പിന്മാറാൻ തന്നെ ഫോണിലൂടെ നിരന്തരം ശല്യം ചെയ്തതായി 1ാം റാങ്കുകാരി കോളേജിലെ അധ്യാപികയ്ക്കയച്ച വാട്സപ്പ് ചാറ്റും പുറത്തുവന്നിരുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.